ആൻഡ് ഷിയാന ഞാനൊരു റിച്ച് ആയിപ്പോയി. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് ഫോമിലാണ് എല്ലാ ഈ ഫ്രൂട്ട്സ് വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. ഇതിനെല്ലാത്തിനും ഞാൻ വാഷ് ചെയ്താണ് ഈ ബാസ്ക്കറ്റിൽ ഇട്ടത്. ഇനി ഞാൻ എവിടെ നിന്ന് ട്രൈ ചെയ്യും, ഏത് ട്രൈ ചെയ്യും? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രേപ്പ് ഫ്രൂട്ട്. കാരണം ഇതിന്റെ ഫ്രേഗ്രൻസ് വെച്ചാൽ ബോഡി മിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നോക്കണം ഇതിന്റെ സ്മെൽ അതുപോലെയാണ്. പക്ഷേ നോ, ഇത് ഓറഞ്ച് പോലത്തെ ഒരു സ്മെല്ലായിരുന്നു. ഞാൻ ഓറഞ്ച് പോലെ പൊളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പിച്ചാത്തി വെച്ച് മുറിച്ചപ്പോൾ റെഡ് കളർ ആയിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. എക്സാക്ട്ലി ഫോട്ടോയിൽ കാണിച്ച പോലെ തന്നെ. അപ്പം ഇങ്ങനെ കുത്തി എടുത്ത് ഞാൻ തിന്നോക്കി. ഇത് ഒരുമാതിരി ഓണവും വിഷുവിന് അച്ചാറിടണം ആരെങ്കിലും അതുപോലെ ഉണ്ടായിരുന്നു. പിഴിഞ്ഞ് കുടിച്ചിട്ടും ഒരു രക്ഷയിൽ ഒരു സ്വാദില പോലെ നെഞ്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കിൻ കെയർ ഷോർട്സ് ഒക്കെ എടുക്കാൻ പൊളിയാട്ടെ. നെക്സ്റ്റ് ആണ് പീച്ച്. ഇതിന്റെ ഡ്രിങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ച് ഐസ്ഡ് ടീ ഇങ്ങനെയൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. റിയൽ ഞാൻ ആദ്യമായിട്ടാട്ടോ. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ ഒരുമാതിരി ചിക്കുനെ പോലെ ആയിരുന്നു. പക്ഷെ സ്വാദ് ഇതും ഒരു മ്ലാ ആയിരുന്നു. ഇത് ഡ്രിങ്കിൽ മാത്രമാണ് ഗൈസ് നല്ലത്. ഇങ്ങനെ റിയൽ ഫോമിൽ എനിക്ക് എത്ര പിടിച്ചുള്ള. സോ നെക്സ്റ്റ് ഇവിടെ അതുപോലെ തന്നെ ഇരിക്കുന്ന ആപ്രിക്കോട്ട്. ഇത് ആക്ച്വലി ഞാൻ മേടിക്കാൻ കാരണം ഇതിന്റെ ഡ്രൈ ഫ്രൂട്ട് വെർഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനാണെങ്കിൽ മധുരം ഉണ്ടായിരുന്നു. ഇത് ഒരുമാതിരി മ്ലായിരുന്നു. ഇതിനൊക്കെ വില മാത്രമേ ഉള്ളൂ ഗൈസ്, ഒരു സ്വാദില്ല. നെക്സ്റ്റ് സോറി ഇതിന്റെ എനിക്ക് ഞാൻ പേരും പറഞ്ഞു. ഒരുമാതിരി മാംഗോസ്റ്റീൻ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ പേര്. അപ്പോൾ മുറിച്ചപ്പോൾ ഇങ്ങനെ ആദ്യം പിങ്ക് ആയിരുന്നു. എന്നിട്ട് എനിക്കൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങോട്ട് പൊളിച്ചപ്പോൾ ഇത് അകത്ത് ഒരുമാതിരി വെളുത്തുള്ളി പോലെ ആൻഡ് റംബൂട്ടാൻ പോലെയൊക്കെ ഫീൽ വരുന്നുണ്ടായിരുന്നു. ഇടാൻ കഴിച്ചപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരവും. റംബൂട്ടാനാണ് എന്നാൽ റംബൂട്ടാൻ അല്ല, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടെ മുറിച്ച് തിന്നു. എന്ത് ചെയ്യാനോ, ഒരു ആഴ്ത്തി പഞ്ചാഴം. നെക്സ്റ്റ് നമ്മുടെ കേക്കിന്റെ മുകളിലൊക്കെ ചെറിയില്ല. യെസ്, അവിടെ വരെ എത്തുന്നതിന് മുന്നുള്ള റോ വെർഷനാണ് ഇത്. ഇത് കുരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യണുണ്ടായിരുന്നു. ആൻഡ് ജസ്റ്റ് ഇങ്ങനെ മഞ്ചിങ് ചെയ്യാൻ പറ്റിയൊരു ടേസ്റ്റ്. വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇതാണ് റെഡ് ഗ്ലോബ് ഗ്രേപ്സ്. വലിയ കാര്യമില്ല, ഇതും കുരു ഒന്നുമില്ല, പക്ഷെ എന്നിട്ടും ടേസ്റ്റ് ഇല്ല. നെക്സ്റ്റ് ആണ് റംബൂട്ടാൻ. ഇത് ഞാൻ നാട്ടിലായിരുന്നു കഴിച്ചിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് കിട്ടുമായിരുന്നു. ഇത് ഒരുമാതിരി ഉണങ്ങിപ്പോയി, പക്ഷേ ഇപ്പോഴും ആ ടേസ്റ്റ് ഉണ്ട്. എത്ര നാൾ കഴിഞ്ഞാൽ കഴിച്ചത്. ബൈ ദ വേ നമ്പർ 1 റംബൂട്ടാനാണ് കിട്ടുന്നത്. നമ്പർ 2 ഈ മാംഗോസ്റ്റീൻ, നമ്പർ 3 ചെറിക്ക് കൊടുത്തു എന്ന് മാത്രം. ബാക്കിയൊക്കെ പിന്നെ കണക്കാണ്. പിന്നെ ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കുടിക്കാതെ മാത്രം. ഇത്രയൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് എൻ്റെ സ്കിൻ ഗ്ലോയി ആയോ ഗൈസ്?